ITV ന്യൂസിന്റെ പ്രവചനം കൃത്യം. ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ITV ന്യൂസ് നടത്തിയ പ്രവചനം കൃത്യമായി. ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ UR പ്രദീപ് 5000-നും 10000-നും ഇടയിൽ വോട്ട് നേടി വിജയിക്കും എന്ന് ഞങ്ങൾ പ്രവചിച്ചിരുന്നു. 12000 വോട്ടിന് പ്രദീപ് വിജയിച്ചു. എല്ലാ മാധ്യമങ്ങളും മറ്റ് 2 മണ്ഡലങ്ങളിലും മാത്രം പ്രവചനം നടത്തുവാൻ ആണ് ധൈര്യം കാണിച്ചത്. ചേലക്കര പ്രവചനാതീതം എന്നാണ് എല്ലാ മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത്. പക്ഷേ ITV ന്യൂസ് കൃത്യമായി പറഞ്ഞു, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായ UR പ്രദീപ് വിജയിക്കും എന്ന്. പക്ഷേ മുൻപുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്നും അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് കാണുക. കേരളത്തിൽ അലയടിക്കുന്ന കടുത്ത ഇടത് ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകും, അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ തങ്ങൾ വിജയിക്കും എന്നാണ് UDF കണക്കുകൂട്ടൽ. എന്നാൽ K രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ ആ ലീഡ് നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടത് സ്ഥാനാർത്ഥിയായ UR പ്രദീപ് 5000-നും 10000-നും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യതയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് രാഹുൽ മാങ്കുട്ടം 40%-നും 47%-നും ഇടയ്ക്ക് വോട്ട് നേടി വിജയിക്കും എന്നാണ് ITV ന്യൂസ് പ്രവചിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം 42.27% വോട്ടുകൾ നേടി വിജയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടം 40%-നും 47%-നും ഇടയ്ക്ക് വോട്ട് നേടി വിജയിക്കും എന്നാണ് ITV ന്യൂസിന്റെ നിഗമനം. വയനാട്ടിൽ പ്രവചനത്തിന് പ്രസക്തി ഇല്ലായിരുന്നു എങ്കിലും പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞതും യാഥാർത്ഥ്യമായി. UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധി 64.99% വോട്ടുകൾ നേടി 4,04,619 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 8% കുറവായിരുന്നു എങ്കിലും രാഹുലിനേക്കാൾ 40,197 വോട്ടുകൾ കൂടുതൽ നേടി പ്രിയങ്ക ഗാന്ധി വിജയം ഉറപ്പിച്ചു. ഇത്തവണ വയനാട്ടിലെ പോളിംഗ് ശതമാനം 64.72 ആയിരുന്നു. അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയ ശതമാനവും 64% എന്നതും തികച്ചും യാദൃശ്ചികം മാത്രം. വയനാട് റിസൾട്ട് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവർക്കും പ്രവചിക്കാം. പ്രിയങ്ക വിജയിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സത്യൻ മൊകേരി 2ാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 3ാം സ്ഥാനത്തും എത്തും. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ മിന്നും വിജയത്തിൽ കോൺഗ്രസിന് അഭിമാനിക്കാം. കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടും ഉജ്ജ്വല വിജയം നേടുവാനായി. LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ 4.1% വോട്ടുകൾ കുറവാണ് നേടാനായത്. അതുപോലെ BJPക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും 1.51% വോട്ടുകൾ കുറവേ നേടാനായുള്ളൂ. കെട്ടിവെച്ച കാശ് പോലും പോയി എന്ന് ചുരുക്കം. പാർട്ടി പ്രസിഡന്റായ ഗണപതിവട്ടം സുരേന്ദ്രൻ വന്ന് പയറ്റിയിട്ടും കഴിഞ്ഞ തവണ 13% വോട്ടേ പിടിക്കുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ കന്നി അംഗത്തിനിറങ്ങിയ നവ്യ ഹരിദാസിന് 11.49% വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ തന്നെ K സുരേന്ദ്രന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നുവെന്ന് ഞങ്ങൾ രേഖപ്പെടുത്തിയത് കാണുക. അതുപോലെ തന്നെ സംഭവിച്ചു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും വയനാടും ജയിക്കുക എന്നതിനേക്കാളും ചേലക്കര നിലനിർത്തുക എന്നതാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ശ്രദ്ധ കൊടുത്ത ഫീൽഡിൽ നന്നായി വർക്ക് ചെയ്ത മണ്ഡലവും ചേലക്കരയാണ്. കോൺഗ്രസിനെയും BJPയെയും മറ്റ് 2 മണ്ഡലങ്ങളിലും പരമാവധി വിവാദങ്ങൾ ഉണ്ടാക്കി അവിടെ തളച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചേലക്കരയിൽ നൽകി നന്നായി ഫീൽഡിൽ അവർ പണിയെടുത്തിട്ടുണ്ട്. ഇടതിന്റെ ഇരയിൽ കുരുങ്ങി കോൺഗ്രസിന്റെ നല്ലൊരു ശതമാനം സമയവും ആളും മർത്തവും എല്ലാം വിനിയോഗിക്കപ്പെട്ടത് പാലക്കാടാണ്. ഒരു MP എന്ന നിലയിൽ ശോഭിക്കുവാൻ കഴിയാത്തതും കഴിഞ്ഞ തവണത്തെ പരാജയവുമെല്ലാം ജയപരാജയങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. K രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ ആ ലീഡ് നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടത് സ്ഥാനാർത്ഥിയായ UR പ്രദീപ് 5000-നും 10000-നും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യതയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ കാണുവാൻ സാധിക്കുന്നത്. രമ്യ 2ാം സ്ഥാനത്തും K രാധാകൃഷ്ണൻ 3ാം സ്ഥാനത്തും. ചേലക്കരയിൽ കഴിഞ്ഞ തവണ K രാധാകൃഷ്ണൻ 54.41% വോട്ടുകൾ നേടിയെങ്കിലും ഇത്തവണ UR പ്രദീപിന് 41.44% വോട്ടുകളെ നേടുവാൻ സാധിച്ചുള്ളൂ. 12.97% വോട്ടുകൾ കുറവ്. UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് 33.64% വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണ മത്സരിച്ച UDF സ്ഥാനാർത്ഥി CC ശ്രീകുമാറിന് 28.71% വോട്ടുകളെ നേടാനായുള്ളൂ. രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണത്തേക്കായാലും 4.93% വോട്ടുകൾ കൂടുതൽ നേടി നില മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. ചേലക്കരയിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് കഴിഞ്ഞ തവണത്തതിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായ ഷിജിമോന് ലഭിച്ചത്
15.68% വോട്ടുകളാണെങ്കിൽ ഇത്തവണ കെ ബാലകൃഷ്ണന് ലഭിച്ചത് 21.49% വോട്ടുകളാണ്. ശരിക്കും CJP സഖ്യം വർക്കൗട്ടായത് പാലക്കാട്ടല്ല ചേലക്കരയിലാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CPM വോട്ടുകൾ മറിച്ച് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതുപോലെ അമ്പൂക്കയുടെ വിളച്ചിലും ചേലക്കരയിൽ വിലപ്പോയില്ല എന്ന് വ്യക്തമാണ്. അമ്പൂക്കയുടെ സ്ഥാനാർത്ഥിക്ക് ആകെ നേടാനായത് 3920 വോട്ടുകൾ മാത്രമാണ്. ഇതാവട്ടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുക പോയിട്ടൊന്ന് ഏശിയത് പോലുമില്ല. ഇതോടെ നിലമ്പൂർ അമ്പൂക്കായുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതായി. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അഭിമാനിക്കാം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ. ചേലക്കരയിൽ വോട്ട് ശതമാനം കുറഞ്ഞു എങ്കിലും ഇടതുപക്ഷത്തിനും പറഞ്ഞു നിൽക്കാം മണ്ഡലം നിലനിർത്തിയെന്ന്. പക്ഷേ ബാധിതയായ സരിനെ ഇനി എന്ത് ചെയ്യും, അണികളോട് എന്ത് മറുപടി പറയും എന്നതാവും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തലവേദന. അതുപോലെ BJPയുടെ നാണംകെട്ട പരാജയത്തിന് സുരേന്ദ്രന് കൊടുക്കേണ്ടുന്ന വില സംസ്ഥാന അധ്യക്ഷന്റെ ആ കസേര ആയിരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.